ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ടൈം കിച്ചണിലേക്ക് സ്വാഗതം. ഇത് ഞാൻ നെത്തോലിനെ കൊണ്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം നെത്തലാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ ഒഴിവാക്കി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. നെത്തോലി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. എന്നാലേ ആ നെത്തലിലേക്കുള്ള ആ എരിവൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിതിൽ തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പം ഈ ഒരു മീനിനെ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും കഴിയും. അപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിയില ഒരു 2 തണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് 3 എണ്ണം വേണമെങ്കിൽ എടുക്കാം. 6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം പുളി, ഒരു 3 വറ്റൽമുളക്, ഇത്രയാണ് എടുത്തത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ നെത്തോലി ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഈ നെത്തോലി പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളതൊരു ചമ്മന്തിപ്പൊടിയാക്കി കഴിക്കുമ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് സൈഡായിട്ട് പൊരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു ചീനച്ചട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക്, വെളുത്തുള്ളി, അതേമാതിരി കറിയില, പുളി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്ലേറ്റിൽ എടുത്തുവെച്ചത്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കളറ് മാറുന്ന വരെ നമ്മൾ ഇതേമാതിരി വഴറ്റിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കണ്ട കളറ് മാറുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു പരുവായാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മളെ മീൻ പൊരിഞ്ഞോ നോക്കാം. അപ്പോൾ നമ്മളെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതേമാതിരി മാറ്റി വെക്കാം. കണ്ട വെളിച്ചെണ്ണ വരുന്നത് അതേമാതിരി മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ നെത്തലി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിതാ നമ്മൾ പൊരിച്ച നെത്തലും അതേമാതിരി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നെത്തോലി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മൊരിയണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതോടെ നമ്മളെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ എന്തായാലും ട്രൈ ചെയ്യണം. ഇത് ഒരു ഗ്ലാസ് ബോട്ടിലിൽ എടുത്ത് വെച്ചാൽ നമുക്കിതൊരു മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്